എൻ്റെ ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. ഞാൻ 2026 ഡിസംബർ 2-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഇവിടെ വരുന്നത്. അന്ന് വന്നപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിരുന്നു. ഞാൻ കോട്ടയം ജില്ലയിൽ നിന്നും വരുന്നു, പള്ളിക്കത്തോട് എന്ന പഞ്ചായത്തിൽ നിന്ന്. എൻ്റെ പേര് ഗംഗാദേവി. ഇതെൻ്റെ മകൻ്റെ കൊച്ചാണ്. ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയുന്നത്, എനിക്ക് വർഷങ്ങളായിട്ട്, അതായത് 25 വർഷം ഞാൻ വീട് പണിതിട്ട് അടുപ്പ് ഇട്ടു, എങ്കിലും എനിക്ക് അത് കത്തിക്കുന്നുണ്ട്, എങ്കിലും എനിക്ക് ഭയങ്കര ബാധ്യതകളായി നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ എൻ്റെ അയൽപക്കത്തു നിന്നും വരുന്നവരെല്ലാം തന്നെ എനിക്ക് ഇവിടുത്തെ പത്രം തരുമായിരുന്നു വായിക്കുവാനായിട്ട്. ഞാനത് വായിക്കുമായിരുന്നു. എങ്കിലും എനിക്കിവിടെ വരാൻ ഭയങ്കര ആഗ്രഹമാണ്. തന്നെ വരാൻ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയായിരുന്നു. അപ്പോൾ അടുത്തുള്ളവരൊക്കെ പോകുമ്പോൾ പറയും കൊണ്ടുപോകാം എന്ന് പറയും. ഒരു ദിവസം ഞാൻ രാവിലെ ബസ് കയറി പോകുന്ന സമയത്ത് എന്നോട് ഇതുപോലെ പോരുന്നോ എന്നൊരാൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു പോരുന്നു. എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടോ ഒന്നും നിങ്ങൾ എടുക്കണ്ട, എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ എടുക്കും, എനിക്കിനി ഒന്ന് കൂടെ കൊണ്ടുപോയാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇച്ചിരി കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, അയ്യോ ഞങ്ങൾ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞേ പോകുന്നുള്ളൂ. എനിക്ക് ഭയങ്കരമായ സങ്കടം തോന്നി. കാരണം എനിക്ക് ഇവിടെ വന്ന് അമ്മയെ കാണണമെന്ന് അതിയായ ആഗ്രഹം വർഷങ്ങൾ കൊണ്ടുള്ളതാണ്. പക്ഷേ ശ്രമിച്ചിരുന്നെങ്കിൽ എനിക്ക് വരാൻ പറ്റുമായിരുന്നു. പക്ഷേങ്കിൽ എനിക്ക് എന്തോ അത് തോന്നിയില്ല, എൻ്റെ സമയം ഇവിടെ വരാനായിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഒരു കൂട്ടുകാരി അമ്മയോട് ഞാനിത് വൈകിട്ട് പറഞ്ഞു, ഇതുപോലെ എനിക്ക് ഭയങ്കര സങ്കടമായി, എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. എനിക്ക് അമ്മയുടെ അടുക്ക പോകാൻ പറ്റുന്നില്ല, എനിക്ക് ഭയങ്കരമായ സങ്കടം. ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചില്ല. വൈകിട്ട് കിടക്കാൻ നേരം എനിക്ക് ഭയങ്കര സങ്കടം വന്ന് ഞാൻ കരഞ്ഞു. അപ്പോൾ എന്നോട് കൊച്ചു ചോദിച്ചു, അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായല്ലേ? ഞാൻ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു. രാത്രിയിൽ ഞാൻ ഒന്നും ഉറങ്ങിയിട്ടില്ല, എനിക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. എനിക്കിവിടെ വരാൻ പറ്റാത്ത വിഷമം. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയോട് ഞാനിത് വൈകിട്ട് കിടന്നപ്പോൾ പറഞ്ഞു. അവർ വരാനായിട്ടും ഒന്നും തീരുമാനിച്ചിരുന്നതല്ല. രാവിലെ ഒരു 7 മണി കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പോരുന്നെങ്കിൽ പോരുതേ, ഞങ്ങൾ പോകാൻ തീരുമാനിച്ചെന്ന്. അന്നേരം സമയമില്ല, അവരൊരുങ്ങി നിൽക്കുകയെന്ന് പറഞ്ഞു. ഞാൻ ഓടിച്ചെന്ന് പെട്ടെന്ന് കുളിച്ചിട്ട് മകനോട് പറഞ്ഞു, ഞാൻ ഇതുപോലെ പോകുക, എന്നെ അവരുടെ വീട്ടിൽ വരെ ഒന്ന് എത്തിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വരുന്നു. ഉടമ്പടി എടുക്കണം എന്നുള്ള തീരുമാനത്തിലൊന്നുമല്ല ഞാനിവിടെ വന്നത്. എനിക്ക് നല്ല കടബാധ്യതകൾ മൂലം എനിക്ക് ഉറങ്ങാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥയിലാണ് ഞാൻ കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ഇവിടെ വന്ന് ഈ അമ്മയുടെ മണ്ണിൽ ചവിട്ടി കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ ശരീരത്തെന്തോ ഒരു ഇടിമിന്നലേക്കുന്ന പോലൊരു സ്പർശനം എനിക്കുണ്ടായി. അത് കഴിഞ്ഞ് എനിക്ക് ഇതുവരെ കടബാധ്യത എന്താണെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുമില്ല. എനിക്കൊട്ടും അതേക്കുറിച്ചുള്ള ചിന്തകളും വന്നിട്ടില്ല. പക്ഷെങ്കിൽ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അയൽവക്കത്തുള്ള എല്ലാം ക്രിസ്ത്യൻസുകളാണ്. അവരെല്ലാം എന്നോട് പറഞ്ഞു, എന്തിനാണ് ഉടമ്പടി എടുത്തത്? നിങ്ങൾക്കിത് എടുക്കേണ്ട കാര്യമില്ല, നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അപ്പോൾ എനിക്ക് അതിലും വലിയ വിഷമം. ഞാൻ ഉറച്ചവരോട് പറഞ്ഞു, ഞാൻ ഹിന്ദുവാണെങ്കിൽ ഞാൻ അവിടെ മാതാവിൻ്റെ ജാതിയും മതവും ഒന്നുമില്ല, ഞാനിത് വിശ്വസിച്ച് എനിക്ക് ചെയ്യാമെന്നുള്ള ഉറപ്പിന്മേലാണ് ഞാനിതെടുത്തത്. ഇത് പൂർത്തീകരിച്ച് എനിക്ക് എന്നുവരെ ഇവിടെ നടന്നു വരാൻ എത്തുന്ന അത്രയും കാലം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിരിക്കും. മാതാവിൽ വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിക്കും. അതുമുതൽ 2026 ഡിസംബർ 22 ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തിരുന്നെങ്കിൽ ഈ അൽത്താരയിൽ നിന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ, എൻ്റെ ഒരുപാട് ചെറുതും വലുതുമായ കാര്യങ്ങൾ എനിക്ക് മാതാവ് നടത്തി തന്നു. 25 വർഷം കഴിഞ്ഞ് അടുക്കളയുടെ ബുദ്ധിമുട്ടിൽ നിന്നിരുന്ന അടുക്കളയുടെ പൊളിച്ചു മാറ്റി എനിക്ക് വേറൊരു അടുക്കള ഉണ്ടാക്കാൻ സാധിച്ചു. അതിൽ ഇതുവരെ ഞാൻ തിരിച്ചടിച്ചില്ല. കാരണം ഇവിടെ വന്ന് മാതാവിൻ്റെ അനുഗ്രഹം മേടിച്ചതിന് ശേഷം മാത്രമേ ഞാൻ തീ കൊളുത്തുള്ളൂ എന്ന ഉറച്ച വിശ്വാസത്തിൽ ഞാൻ മുറ്റത്ത് തീ കൊളുത്തിയാണ് കഞ്ഞി മാത്രം വെക്കുന്നത്. അവിടെ നിന്ന് ഇത്രത്തോളം എൻ്റെ എല്ലാ കാര്യങ്ങളിലും മാതാവ് എനിക്ക് അനുഗ്രഹിച്ചു. എൻ്റെ ഈ കൊച്ചിനെ മുഖത്തൊരു ചൊറിച്ചിലും പാടുമായി വന്ന് കണ്ടമാനം ചൊറിഞ്ഞു പൊട്ടി പല 4 ആശുപത്രി തോറും ഞങ്ങൾ നടന്നിട്ട് ഇവൾക്കൊരു കുറവും വരുന്നില്ല. ഇവിടെ നിന്നും ഞാൻ മാതാവിൻ്റെ
ഇവിടുന്ന് കൊണ്ടുപോയ ഉപ്പും എണ്ണയും ആ തൈലവും പുരട്ടി പൂർണ്ണമായിട്ടും ഇവൾക്ക് ഭേദം വന്നു. ഇവൾക്ക് സ്കൂളിൽ പോകാൻ മടിച്ചു നിന്നു. കൂട്ടുകാർ പകരുമെന്ന് പറയുകയും ഒക്കെ ചെയ്ത് കളിയാക്കുകയും ചെയ്തതിന് മൂലം ഇവൾ സ്കൂളിൽ കുറച്ച് ദിവസം പോകാതെ പോലും ഇരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഡിസംബർ 15 ഞാനൊരു ഡേറ്റ് മാതാവിനോട് പറഞ്ഞു, ഈ 15-ന് മുമ്പായി നിൻ്റെ ഈ അസുഖം പൂർണ്ണമായും മാറ്റിത്തരുമെന്ന് ഞാൻ വിശ്വസിപ്പിച്ച് പറഞ്ഞു. ഇവൾ വിശ്വസിക്കത്തില്ല. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് പറയും, അമ്മ പെട്ടെന്ന് പ്രാർത്ഥിക്കുക, ഈ അസുഖം ഒന്നും മാറുന്നില്ല. ഇവൾ ജനലിൻ്റെ വെളിയിലോട്ട് നോക്കിയിരിക്കും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ. അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇവൾക്ക് വിശ്വസിക്കാൻ തക്കവണ്ണം ഒരനുഗ്രഹം മാതാവ് ഇവൾക്ക് കൊടുക്കണം, മാതാവിലേക്ക് ഇവൾ കൂടുതൽ അടുക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇവിടെ അസുഖം പൂർണ്ണമായും മാറി. ഇപ്പോൾ അവൾക്ക് എന്നിൽ കൂടുതൽ വിശ്വാസം മാതാവിൽ അവൾക്കാണ്. സന്ധ്യയ്ക്കാണേലും കിടക്കാൻ നേരവും വെളുപ്പിനെയും പ്രാർത്ഥനയിൽ ഇവളാണ് എല്ലാ കാര്യത്തിലും മുൻപിൽ വന്ന് നിൽക്കുന്നത്. അതുപോലെ എൻ്റെ 38 വർഷം മുമ്പ് ഞാൻ സ്ഥലം വാങ്ങി. എനിക്കറിയത്തില്ലായിരുന്നു അത് പേര് കൂട്ടണമെന്ന് എനിക്കറിയത്തില്ല. അതിത്രയും കാലമായിട്ട് പേര് കൂട്ടാതെ കിടന്നത് ഈ കഴിഞ്ഞ ദിവസം എനിക്കത് പേരിൽ കൂട്ടി എൻ്റെ കയ്യവകാശമായി എനിക്ക് വയ്ക്കുവാൻ സാധിച്ചു. അതുപോലെ ചെറുതും വലുതുമായ ഒരേ ആഗ്രഹങ്ങളും എനിക്ക് മാതാവ് സാധിച്ചു തന്നു. എനിക്ക് നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ മാത്രമേ നടക്കുകയുള്ളൂ. എനിക്കെന്ത് ബുദ്ധിമുട്ട് വന്ന് ഞാൻ തിങ്കളാഴ്ചയാണെങ്കിൽ ഞാൻ പറയും, മാതാവേ നാളത്തെ കാര്യം എങ്ങനെയാണ്, കൊച്ചിൻ്റെ ഫീസ് കൊടുക്കണം, മറ്റുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ രാവിലെ എനിക്കറിയത്തില്ല എവിടെ നിന്നാണേലും മാതാവ് ഇന്ന് വരെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് വരുത്തിയിട്ടില്ല. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.